ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മുൻ PA തോമസ് പി ചാക്കോ പത്തനംതിട്ട നഗരസഭ 31-ാം വാർഡിൽ UDFന്റെ ഘടകകക്ഷിയായ RSP സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ആരോഗ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്നു തോമസ് പി ചാക്കോ. മുൻ CPIM ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് ഇദ്ദേഹം. പ്രസാദ് MJ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ ഇത്തരത്തിലുള്ള കൂറുമാറ്റങ്ങളും മുന്നണി മാറ്റങ്ങളും ഒക്കെ തന്നെ സ്ഥിരമായി കണ്ടുവരുന്നു. ഇപ്പോൾ ഈ ഒരു കൂറുമാറ്റത്തെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കേണ്ട ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ആ കൂറുമാറിയ ആ വ്യക്തി, ആ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് CPIMന്റെ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായിരുന്നു. അതിനേക്കാൾ ഉപരി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മുൻ PA കൂടിയാണ് ഈ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഈ തോമസ് പി ചാക്കോ എന്നുള്ളതാണ്. അപ്പോൾ അതിനെ എങ്ങനെ കാണേണ്ടി വരും? ഇതിനെ സംബന്ധിച്ച് ഈ മത്സരിക്കുന്ന 31-ാം വാർഡിലെ നിലവിലെ അവസ്ഥ എങ്ങനെയാണ്? ആർക്കൊപ്പമാണ്? ആരിലേക്ക് പോകും എന്നുള്ളതൊക്കെയാണ് സൂചനകൾ. പ്രസാദ്. കാളിദാസ, കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ തോമസ് പി ചാക്കോ ആരോഗ്യമന്ത്രിയുടെ PA ആയി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു. തുടർന്നാണ് പാർട്ടിയുമായി ഇദ്ദേഹം അകലുന്നതും. അങ്ങനെ ഒരു കഴിഞ്ഞ 6 മാസക്കാലം ഇദ്ദേഹം നിശബ്ദനായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്നും പ്രത്യക്ഷപ്പെടാതെ ഇരിക്കുന്ന വേളയിലാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട DCCയുമായി ഈ ഘടകകക്ഷികൾ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് RSPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇന്നലെ രാത്രി ഇദ്ദേഹത്തെ പ്രഖ്യാപിക്കുകയും ചുവരെഴുത്തുകളൊക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് കാളിദാസ എന്ന് പറയുന്നു കഴിഞ്ഞാൽ ഈ കുമ്പഴ കുമ്പഴ വാർഡിലാണ് ആരോഗ്യമന്ത്രി ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ കുടുംബം. അപ്പോൾ അത് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു വാർഡ് കൂടിയാണ്. അവിടെയാണ് അപ്രതീക്ഷിതമായി ഈ തോമസ് പി ചാക്കോയെ UDF ഇറക്കി വീണ്ടും UDF സ്ഥാനാർത്ഥിയായി ആ വാർഡ് നിലനിർത്താനുള്ള നീക്കങ്ങളുമായി UDF മുന്നോട്ട് പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇന്നലെ പന്തളം CPIMന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഇന്നലെ BJPയിൽ ചേരുകയും BJPയുടെ ഉന്നത നേതാക്കൾ പങ്കെടുത്ത യോഗത്തിലാണ് ഇന്നലെ പന്തളത്ത് CPIMന്റെ ലോക്കൽ സെക്രട്ടറി BJPയിലേക്ക് ചേരുന്നത്. അങ്ങനെ CPIMൽ നിന്നും കൂടുതൽ അണികൾ കോൺഗ്രസിലേക്കും BJPയിലേക്കും. കഴിഞ്ഞ ദിവസം തന്നെ അടൂരിലെ ഏനാദിമംഗലം പഞ്ചായത്തിലെ മുൻ പഞ്ചായത്ത് അംഗവും ഇപ്പോഴത്തെ വാർഡംഗവുമായ 2 CPM അനുഭാവികളും അവരോടൊപ്പം തന്നെ ഏകദേശം 25-ലധികം കുടുംബങ്ങളുമാണ് കോൺഗ്രസിൽ ചേർന്നത്. അങ്ങനെയുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങൾ മാറുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി UDF വലിയ ഒരു കരുനീക്കത്തിലൂടെ CPMന് കനത്ത പ്രഹരം നൽകിക്കൊണ്ട് തോമസ് പി ചാക്കോയെ കുമ്പഴ വാർഡിൽ ഇപ്പോൾ നിർത്തിയിട്ടുള്ളത്. കാളിദാസ. ശരി, പ്രസാദ് MJ ആണ് വിവരങ്ങൾ നൽകിയത്.